നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ നാവികസേനാ ദിനത്തിന് ആതിഥേയത്വം വഹിക്കാൻ തിരുവനന്തപുരം ഒരുങ്ങുന്നു. നാവികസേനാ ദിനമായ ഡിസംബർ 4-ന് ശംഖുമുഖം ബീച്ചിൽ മാസ്മരിക പ്രകടനത്തിലൂടെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ പോരാട്ട വീര്യവും ശേഷിയും പ്രകടിപ്പിക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങളുമായാണ് നാവികസേന തലസ്ഥാനത്ത് എത്തുന്നത്. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകുമെന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല. പ്രധാന നാവിക സ്റ്റേഷനുകൾ ഒഴികെയുള്ള മറ്റൊരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശ്രമത്തിന്റെ തുടർച്ചയാണിത്. മുൻപ് ഒഡീഷയിലെ പുരിയിലും മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലും ഇത് നടന്നിരുന്നു. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പരിപാടി നടത്തുന്നത് ദക്ഷിണ നാവിക കമാൻഡിന് അഭിമാനകരമായ നിമിഷമാണ്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങൾ കാണാൻ പൗരന്മാർക്ക് ഈ മെഗാ ഇവന്റ് ഒരു സവിശേഷ അവസരം നൽകും. മഹാസാഗറിന്റെ അതായത് മേഖലയിൽ ഉടനീളം സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമായി പരസ്പരം സമഗ്രവുമായ പുരോഗതിയും വിശാലമായ കാഴ്ചപ്പാടിനാൽ നയിക്കപ്പെടുന്ന ആത്മനിർഭർ ഭാരത് എന്നതിനായുള്ള ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ ശ്രമങ്ങളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മുൻഗണനയുള്ള സുരക്ഷാ പങ്കാളി എന്ന ദൃഢനിശ്ചയവും ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ പ്രദർശിപ്പിക്കും. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നിന്നുള്ള നാവിക സംഘാംഗങ്ങൾ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുത്ത കോളേജുകളിലും സ്കൂളുകളിലും സമ്പർക്ക പരിപാടിയും വർക്ക്ഷോപ്പുകളും നടത്തും. രാജ്യത്തിന്റെ സമുദ്ര ശക്തിയെയും പൈതൃകത്തെയും കുറിച്ച് അവരെ മനസ്സിലാക്കുന്നതിനും സമുദ്രബോധം സൃഷ്ടിക്കുന്നതിനും യുവ വിദ്യാർത്ഥികളുമായി ഇടപഴകുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി ആയോധന സംഗീതത്തിൽ മാത്രമല്ല രസകരമായ സംഗീത പ്രകടനങ്ങൾക്കും പ്രാവീണ്യമുള്ള നാവിക ബാൻഡിനും ഇന്ത്യൻ നാവികസേന പേരുകേട്ടതാണ്. നവംബർ 26-ന് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന പ്രകടനം ഉണ്ടായിരിക്കും. 1971-ലെ ഇന്തോ പാക് യുദ്ധത്തിൽ ശത്രുവിന്റെ നാവിക തീരദേശ പ്രതിരോധത്തിന് നിർണായക പ്രഹരമേൽപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ പങ്കിനെ അനുസ്മരിപ്പിക്കാൻ എല്ലാ വർഷവും ഡിസംബർ 4-ന് നാവികസേനാ ദിനം ആചരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൈറ്റന്റിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ ബോട്ടുകൾ കറാച്ചി തുറമുഖത്ത് ധീരമായ ആക്രമണം നടത്തി. ഈ നിർണായക നടപടി ഇന്ത്യയുടെ സമുദ്രശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന ശക്തി മാത്രമല്ല കൃത്യതയും ധൈര്യവും തന്ത്രപരവുമായ വൈഭവവും പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേനയുടെ ഈ നേട്ടത്തെയും സേവനത്തെയും ആദരിക്കുന്നതിനാണ് നാവികസേനാ ദിനം ആചരിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയും ഊന്നിപ്പറയുന്നു. പ്രധാന വേദിയായ ശംഖുമുഖത്ത് ഡിസംബർ 4-ന് നടക്കുന്ന ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും എന്നുള്ള ചില റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. ആഘോഷത്തിന് സൗകര്യമൊരുക്കാൻ 14 കോടി രൂപ ചെലവിൽ ശംഖുമുഖത്ത് 360 മീറ്റർ കടൽ ഭിത്തി പുതുതായി നിർമ്മിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഓപ്പറേഷൻ ട്രൈറ്റന്റ് എന്ന പേരിൽ കറാച്ചി ഉന്നമിട്ട് നാവികസേന വിജയകരമായി നടത്തിയ ദൗത്യത്തിന്റെ സ്മരണാർത്ഥമാണ് ദിനാഘോഷം. സ്ഥിരമായി ഡൽഹിയിൽ നടത്തിയിരുന്ന ആഘോഷം 2022 മുതലാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. വിശാഖപട്ടണം, മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ്, ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിലായിരുന്നു മുൻ വർഷങ്ങളിലെ ദിനാഘോഷം. സേനയുടെ ആയുധക്കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും കാഴ്ചവിരുന്നൊരുക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ ശംഖുമുഖം വേദിയാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും തിരുവനന്തപുരത്തേക്ക് എത്തും. ആഘോഷത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും സേനാ വിമാനങ്ങളുടെ പരിശീലന പറക്കലും ഉണ്ടാകും.